ഹായ് കൂട്ടുകാരെ. അങ്ങനെ ശാലിനി തന്റെ വിഷ്ണുവേട്ടന് എന്താണ് സംഭവിച്ചത് എന്നതിന്റെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഇനി ശാലിനിക്കൊപ്പം തുണയായി ആരുണ്ടാകും? ശാലിനി ഇത്രയും നാൾ തന്റെ ജീവന തുല്യം സ്നേഹിച്ച വിഷ്ണുവേട്ടൻ, മരണം വരെ തന്നെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന ആ വിഷ്ണുവേട്ടൻ എന്നേക്കുമായി തന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നുവെന്നും തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും തണലായിരുന്ന ആ പരമസ്നേഹത്തെ നഷ്ടമായിരിക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ ശാലിനി അതിനെ ഉൾക്കൊള്ളാനാകാതെ വേദനയോടെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. സത്യാമ്മ കുട്ടികളെ യാത്രയയച്ച് സ്കൂളിലേക്ക് അവർ ശിവനോടൊപ്പം പോകുന്നത് കണ്ട് സന്തോഷിച്ചങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി തിരികെ വീട്ടിലേക്ക് വന്നെത്തി. ശാലിനി വരുന്ന ആ സമയത്ത് തന്നെ ശാലിനിയെ കാണുവാനായി അവിടെ മറ്റൊരു അതിഥി കൂടി എത്തിച്ചേരുകയാണ്. ചന്ദ്രയുടെയും തൻ്റെയും വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായി ചന്ദ്രയുടെ വീട്ടിൽ ചെന്ന് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ തൻ്റെ കാരണവരുടെ സ്ഥാനത്ത് ശാലിനി ുമെന്ന പ്രതീക്ഷയിൽ ശാലിനിയെ കൂട്ടിക്കൊണ്ടു പോകാനെത്തിയ പ്രകാശ് വീട്ടിലേക്ക് വരുന്ന ശാലിനിക്ക് മുന്നിലേക്ക് എത്തുന്നു. ചേച്ചിയോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുമ്പോൾ വിഷ്ണുവേട്ടന്റെ ചിതാഭസ്മം നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കണ്ണുനീരടക്കി പിടിച്ച് തന്റെ ഏറ്റവും വലിയ നഷ്ടം അതിനെ തിരിച്ചറിഞ്ഞ നിമിഷവും മനസ്സിൽ മാത്രം ഇട്ടുകൊണ്ട് ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാനാകാതെ അങ്ങനെ വേദന അടക്കി പിടിച്ച് കയറി വരുന്ന ശാലിനിയുടെ അടുത്തേക്കാണ് പുതിയൊരു ജീവിതത്തെക്കുറിച്ച്, തന്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രകാശ് എത്തിയത്. അതോടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ശാലിനിയെ പ്രകാശിനോട് പറയുന്നത്, നിന്നെ ഞാൻ പഠിപ്പിച്ചതും നിന്നെ ഞാൻ ഏറ്റെടുത്തതും നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാനാണ്. നിന്നെ ഞാൻ പഠിപ്പിക്കാൻ അയച്ചത് എന്തിനാണെന്നറിയാവോ? നീ ഒരു നല്ല ഡോക്ടറായി നിന്റെ ജീവിതം നീ തന്നെ കെട്ടിപ്പടുക്കുമെന്നുള്ള വിശ്വാസത്തിൽ. എന്നാൽ ഇപ്പോ അതെല്ലാം മറന്ന് പ്രണയവും പ്രേമവും ഒക്കെയായി ഇപ്പോ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് നീ വരുമ്പോ നിന്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എവിടെയാണെന്ന് നീ മനസ്സിലാക്കണമെന്നും നിന്റെ ജീവിതം ഇപ്പോൾ ഏത് വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണെന്ന സത്യം നീ മറക്കരുതെന്നും ഇനി പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനല്ലാതെ മറ്റൊന്നിനും നീ എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വിവാഹ ജീവിതത്തെ കുറിച്ചല്ല നീ ചിന്തിക്കേണ്ടത്, മറിച്ച് നിന്റെ കരിയർ എങ്ങനെ നേടിയെടുക്കുക എന്നത് മാത്രമായിരിക്കണം നിന്റെ ലക്ഷ്യം. നിന്റെ ജീവിതം എന്ന് പറയുന്നത് നിനക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ മറ്റൊന്നുമില്ല എന്നുള്ള കാര്യം നീ മറക്കണ്ട എന്നും ഇപ്പോൾ നീ ചെയ്യുന്ന ഈ ഒരു പഠനം മാത്രമാണ് ഇനി നിന്റെ മുതൽക്കൂട്ട്. അതുകൊണ്ട് തന്നെ നീ ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്ന് പറഞ്ഞ് ശാലിനി ദേഷ്യത്തോടെ സിറ്റ് ഔട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ സത്യാമ്മ ഇതെല്ലാം കേട്ടുകൊണ്ട് അതിനെ മൂകസാക്ഷിയായി നിൽക്കുന്നു. ശാലിനിയുടെ മുഖഭാവവും വേദനയും ഒക്കെ കണ്ടപ്പോൾ സത്യാമ്മയ്ക്കും ആകെ ടെൻഷനായി. എന്തു പറ്റി മോളെ, ആകെ വിഷമിച്ചാണല്ലോ നീ വന്നതെന്ന് ചോദിച്ചപ്പോൾ സത്യാമ്മയ്ക്ക് മുഖം കൊടുക്കാതെ ശാലിനി പിന്തിരിഞ്ഞ് റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ നിന്ന് സത്യാമ്മ ചോദിച്ചത്, മോളെ വിഷ്ണുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന്. ആ അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ അമ്മയുടെ നേരെ നോക്കി, നിങ്ങളുടെ മകൻ മരണപ്പെട്ടുവെന്നും ആ മകന്റെ ചിതാഭസ്മവുമായിട്ടാണ് താൻ വന്നിരിക്കുന്നതെന്നുള്ള സത്യം തുറന്നു പറയാനാകാതെ അത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ശാലിനി സത്യാമ്മയോട് പറയുന്നത്, പോലീസുകാർ ചില ഊഹങ്ങൾ പറഞ്ഞുവെന്ന്, ചില കാര്യങ്ങൾ അവർ അറിയിച്ചിട്ടുണ്ടെന്നും അവരുടെ അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും മാത്രമായിരുന്നു. അപ്പോഴേക്കും സത്യാമ്മ ശാലിനിയോട് പറഞ്ഞു, മോള് പേടിക്കണ്ട, അവൻ ഈ ലോകമൊക്കെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് ഇങ്ങെത്തും, അല്ലാതെ അവൻ എവിടെ പോകാനാ, നമുക്ക് കാത്തിരിക്കാമെന്നേ. അങ്ങനെയുള്ള ഒരു ആശ്വാസ വാക്ക് പറഞ്ഞ് ശാലിനിയെ സമാധാനിപ്പിക്കുന്ന സത്യാമ്മയെ ഒന്ന് നോക്കാൻ പോലും കഴിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചിതാഭസ്മം കയ്യിൽ പിടിച്ച് ശാലിനി റൂമിലേക്ക് ഓടുന്നു. മുറിയിലെത്തിയ ശാലിനി വിഷ്ണുവിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ആ ചിതാഭസ്മം വെച്ചിട്ട് അവിടെ ഇരുന്ന് അലറി വിളിക്കിച്ച് കരയുകയാണ്. എന്നെ തനിച്ചാക്കി പോയില്ലേ എന്നും എന്നെ ചതിച്ചല്ലേ എന്നും എന്നും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് തനിക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ, ഈ നിലയില്ലാ കയത്തിൽ എന്നെ തനിച്ചാക്കിയില്ലേ, ഈ കടലിൽ ഞാൻ ഒറ്റയ്ക്കായില്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഓരോന്നായി വിഷ്ണുവിന്റെ ഫോട്ടോയ്ക്കും ആ ചിതാഭസ്മത്തിനും നേരെ എറിഞ്ഞുകൊണ്ട് ശാലിനി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുമ്പോൾ നിലത്ത് തലയിടിച്ചങ്ങനെ കരയുന്ന ശാലിനിയെ കണ്ട് അവിടേക്ക് കയറി വരുന്ന ശാരദാമ്മ എന്ത് സംഭവിച്ചു എന്ന് ശാലിനി കരികിലേക്ക് എത്തി ചോദിച്ചു. മോളെ ശാലിനി, നീ എന്താ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ശാലിനി നേരെ ആ ടേബിളിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ശാരദാമ്മയോട് പറഞ്ഞു, അമ്മേ ഇതാ ഇരിക്കുന്നു എൻ്റെ വിഷ്ണുവേട്ടൻ, അതാ എൻ്റെ വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ശാലിനി ആ കൈ ചൂണ്ടിയത് കണ്ട് ശാരദാമ്മ ടേബിളിലേക്ക് നോക്കി. അവിടെ ഇരിക്കുന്ന ആ മൺകുടം കണ്ടതും ശാരദാമ്മയുടെയും ചങ്ക് പിടർന്നു. ഉടനെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട മകൻ ചിതാഭസ്മമായി അവിടെ മാറിയിരിക്കുന്ന കാഴ്ച കണ്ട് വെറും ഭസ്മമായി തീർന്ന തൻ്റെ വിഷ്ണുവിനെ കുറിച്ച് ഓർത്ത് ശാരദാമ്മയുടെ മനസ്സും തകർന്നു. ആ മൺകുടം കയ്യിലേക്ക് ചേർത്ത് പിടിച്ച്
തന്റെ കൂടെ എന്നും ഒരു സംരക്ഷകനായി, തന്റെ കുടുംബത്തിന് എന്നും ഒരു രക്ഷാകവചമായി നിന്നിരുന്ന വിഷ്ണുവിനെ എന്നേക്കുമായി നഷ്ടമായതിന്റെ ആ വേദനയിൽ, മകന്റെ വിയോഗത്തിൽ പൊട്ടിക്കരയാൻ പോലും കഴിയാനാകാതെ ആ അമ്മ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശാലിനിയെ ആശ്വസിപ്പിച്ചു. "മോളെ, നീ ഇങ്ങനെ കരയരുതേ. നിന്റെ ഈ കരച്ചിൽ അതാ പുറത്താരെങ്കിലും അറിഞ്ഞാൽ അവർ കാര്യം അന്വേഷിക്കില്ലേ? അതുകൊണ്ട് എന്റെ മോൾ ഇതിനെയൊക്കെ തരണം ചെയ്തേ പറ്റൂ. സത്യാമ്മ വന്നാൽ, സത്യാമ്മ അന്വേഷിച്ചാൽ നീ എന്ത് മറുപടി പറയും? നിന്നെ ഈ കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായിട്ട് സത്യാമ്മ കണ്ടു കഴിഞ്ഞാൽ കാരണം അന്വേഷിച്ച് സത്യാമ്മ അടുത്ത് തന്നെ നിൽക്കും. കാര്യമറിയാതെ സത്യാമ്മ ഇവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞ് ശാലിനിയെ സമാധാനിപ്പിക്കാനായി ശാരദാമ്മ ആകും വണ്ണം ശ്രമിക്കുമ്പോഴാണ് ശാലിനിയെ കളക്ടറേറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് കാറ് വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നത് സത്യാമ്മ കണ്ടത്. കാറ് വന്നതും സത്യാമ്മ ഉടനെ ശാലിനിയെ വിളിക്കുവാനായിട്ട് മുറിയുടെ വാതിക്കലേക്ക് എത്തി മോളെ, കാറ് വന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷേ ശാലിനിയും ശാരദാമ്മയും അത് കേട്ടെങ്കിലും മറുപടി പറയാതെ അവർ മിണ്ടാതെ നിൽക്കുമ്പോ ശാരദാമ്മ ശാലിനിയെ ഓർമ്മിപ്പിച്ചു. മോളെ, ഒരു കാരണവശാലും നിന്നെ സത്യാമ്മ കാണരുത്. നിന്റെ മുഖത്തെ ഈ കണ്ണുനീര് കണ്ടു കഴിഞ്ഞാൽ സത്യാമ്മ സംശയിക്കും, സത്യാമ്മ കാര്യങ്ങൾ അന്വേഷിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഇപ്പോൾ ഒന്നും പറയരുത്. നിന്റെ ഈ കണ്ണുനീരും മക്കളുടെ സങ്കടവും ഈ കുടുംബത്തിന്റെ സങ്കടവും കാണാൻ കഴിയാത്തത് കൊണ്ടല്ലേ വിഷ്ണു ആ സത്യങ്ങൾ നമ്മളിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോ ശാലിനി രേഷ്മയോട് വിഷ്ണു പറഞ്ഞ കാര്യങ്ങളും വിഷ്ണുവിനെ സംഭവിച്ചതും വിഷ്ണു എന്താണ് രേഷ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നത് എന്നുമൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും രേഷ്മ തുറന്നു പറഞ്ഞതെല്ലാം തന്നെ ശാലിനി ശാരദാമ്മയോട് ഏറ്റു പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം ശാരദാമ്മ മകളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, വിഷ്ണു ആഗ്രഹിച്ചിരുന്നത് നിങ്ങൾ കരയരുത് എന്ന് തന്നെയാണ്. നിങ്ങൾ സങ്കടപ്പെടാൻ പാടില്ല എന്നും സന്തോഷത്തോടു കൂടി അവന്റെ കുടുംബം ജീവിക്കുന്നത് കാണാനാണ് വിഷ്ണു ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ അവന്റെ ആത്മാവ് നീ കരയുന്നത് കണ്ടാൽ സഹിക്കില്ല. ഏതെങ്കിലും കോണിൽ, ഈ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ അവന്റെ ആത്മാവുണ്ടെങ്കിൽ നിന്റെ ഈ കണ്ണുനീര് അവനെ പൊള്ളിക്കും. അതുകൊണ്ട് മോള് സമാധാനത്തോടെ ഇരിക്കെ, ഇങ്ങനെ കരയല്ലേ എന്ന് പറഞ്ഞ് ശാരദാമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. നമുക്കിങ്ങനെ അലമുറയിട്ട് ആളുകളോട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് സങ്കടപ്പെടാം. എന്നാൽ അവർക്ക് അങ്ങനെ സാധിക്കുമോ? ഇപ്പോ രാഘവേട്ടന്റെ അവസ്ഥ മോള് മനസ്സിലാക്കണം. ഈ സത്യം ആ അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം എന്തെന്ന് മോള് തിരിച്ചറിയണം. ഇപ്പോ മറ്റൊരു മരണം കൂടി ഈ വീടിന് താങ്ങാൻ കഴിയുന്ന അവസ്ഥയിലല്ല. അതുകൊണ്ട് തന്നെ സത്യം തൽക്കാലം ആരോടും അറിയിക്കാതിരിക്കുന്നതാണ് മോളെ നല്ലതെന്ന് ശാരദാമ്മ അറിയിക്കുമ്പോ ഇതെന്തായാലും എന്നായാലും അച്ഛനും അമ്മയും അറിയേണ്ടതല്ലേ എന്ന ശാലിനിയുടെ ചോദ്യം കേട്ട് ശാരദാമ്മ പറഞ്ഞു, അറിയാം. അതന്നറിഞ്ഞാൽ മതി. അറിയുന്ന നാൾ അതിനോട് ഒരു അവസരം വരും, അന്നതറിയട്ടെ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സത്യം തുറന്നു പറയാൻ കഴിയുന്ന അവസ്ഥയല്ല ഇന്ന് ഈ കുടുംബത്തിനുള്ളതെന്ന് ശാരദാമ്മ ശാലിനിയെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴേക്കും സത്യാമ്മ ശാലിനിയെ വിളിക്കുവാനായി റൂമിനരികിലേക്ക് എത്തി വാതിൽ മുട്ടി. ശാരദാമ്മ വേഗം വാതിൽ തുറന്ന് ശാലിനിയോട് തൽക്കാലം സത്യാമ്മയ്ക്ക് മുഖം കൊടുക്കരുതെന്ന് ഓർമ്മപ്പെടുത്തിയപ്പോ ശാരദാമ്മ വാതിൽ തുറക്കുന്ന ആ സമയത്ത് ശാലിനി വേഗം തന്നെ വാഷ്റൂമിലേക്ക് കയറി അവിടെ നിന്ന് പൊട്ടിക്കരയുകയായിരുന്നു. അപ്പോഴേക്കും സത്യാമ്മ വാതിൽ തുറക്കുന്ന ശാരദാമ്മയോട് ചോദിച്ചു, അല്ല ശാലിനിക്ക് പോകാനുള്ള കാറ് വന്നു ശാരദാമ്മേ എന്ന് പറഞ്ഞതും ശാലിനി ഇന്ന് പോകുന്നില്ല സത്യാമ്മേ, അവൾക്ക് വല്ലാത്ത ക്ഷീണം തലവേദനയും ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ശാരദാമ്മയോട് സത്യാമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചുക്കുകാപ്പി ഇട്ടുകൊണ്ട് വരാം. അപ്പോ വേഗം ഈ ക്ഷീണവും തലവേദനയൊക്കെ മാറിക്കോളുമെന്ന് പറഞ്ഞ് സത്യാമ്മ ചുക്കുകാപ്പി ഇടാനായി പോയപ്പോ ശാരദാമ്മ വീണ്ടും വാതിലടച്ചിട്ട് ശാലിനിക്ക് അരികിലേക്ക് ചെന്നു. ശാലിനി പുറത്തേക്ക് വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോ ശാരദാമ്മ ശാലിനിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മോളെ, നീ ഇപ്പോ ഒരു നിലയില്ലാ കയത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി നീ തൽക്കാലം തുഴഞ്ഞു കയറിയേ പറ്റൂ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇന്ന് ഈ കുടുംബം മുഴുവൻ നിന്റെ ഈ ഒറ്റയൊരു തീരുമാനത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് എന്റെ പൊന്നുമോള് തൽക്കാലം ഈ ഒരു അവസ്ഥയെ തരണം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നമുക്ക് താങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല, താങ്ങാൻ കഴിയുന്ന ഒരു സങ്കടമല്ല നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. എങ്കിലും ഈ അവസ്ഥയെ എന്റെ പൊന്നുമോള് ധൈര്യപൂർവ്വം തരണം ചെയ്യണമെന്ന് ശാരദാമ്മ ആശ്വസിപ്പിക്കുമ്പോൾ അമ്മയുടെ വാക്കുകൾ കേട്ട് ശാലിനിയെ മനസ്സിനെ വീണ്ടും ശാന്തമാക്കാനും മനസ്സിന് ധൈര്യം പകരാനുമായി ശാലിനി ശ്രമിക്കുന്നു. ശരി, അമ്മ പറഞ്ഞതുപോലെ ഞാൻ കരയില്ല എന്ന് പറഞ്ഞ് ശാലിനി കണ്ണുനീരൊക്കെ തുടച്ച് എനിക്ക് ഈ ഒരു സങ്കടത്തെ അതിജീവിച്ചേ പറ്റൂ, എന്റെ മക്കൾക്ക് വേണ്ടി എനിക്ക് ജീവിച്ചേ പറ്റൂ എന്ന് ശാലിനി സ്വയം തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും വിഷ്ണുവിനോടുള്ള സ്നേഹം, വിഷ്ണുവേട്ടന്റെ ആ സ്നേഹവും കരുതലും അതെല്ലാം ഓർക്കുമ്പോൾ ശാലിനിയുടെ ധൈര്യവും ആ മനഃശക്തിയും ഒക്കെ ചോർന്നു പോകുന്നു. അപ്പോഴാണ് സത്യാമ്മയും പൊന്നിയും കൂടി ശാലിനിക്കുള്ള ചുക്കുകാപ്പിയുമായി നേരെ റൂമിന് വാതിക്കലേക്ക് എത്തിയത്. വാതിൽ മുട്ടിയതും ശാലിനിയെ ഒന്നുകൂടി ശാരദാമ്മ ഓർമ്മിപ്പിച്ചു, മോളെ, ഒരു കാരണവശാലും സത്യാമ്മ ഇത് കാണരുത് എന്ന് പറഞ്ഞ് വേഗം വിഷ്ണുവിന്റെ ആ ചിതാഭസ്മം വേഗം തന്നെ ഒരു കവറിലേക്കാക്കി അത് ആ മേശയ്ക്കകത്തേക്ക് എടുത്തു വെച്ച്
ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ശാരദാമ്മ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ സത്യാമ്മ അകത്തേക്ക് കയറി. ഇത് ചുക്ക് കാപ്പിയാ എന്ന് പറഞ്ഞതും ശാലിനിക്ക് സത്യാമ്മ തന്നെ കൊടുത്തോളൂ എന്ന് ശാരദാമ്മ അറിയിക്കുമ്പോൾ ശാലിനിക്ക് അരികിലേക്ക് വന്ന് സത്യാമ്മ പറഞ്ഞു, എന്തിനാ മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എനിക്കറിയാം വിഷ്ണുവിനെ കുറിച്ചുള്ള ആധിയാണ് നിന്റെ മനസ്സിൽ നിറയെ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പെട്ടെന്ന് അസുഖങ്ങൾ നിന്നെ പിടികൂടുന്നത്. നമ്മുടെ മുന്നിൽ കാണിക്കുന്ന ഈ ധൈര്യമൊക്കെ ഉള്ളൂ സത്യാമ്മേ, മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന ഈ ബഹളവും ഈ ദേഷ്യവും ഒക്കെ ഉള്ളൂ. പക്ഷേ സത്യത്തിൽ എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ അവൾ തളർന്നു പോകും, അവളുടെ ശക്തി ചോരും. ഇപ്പോ വിഷ്ണുവിനെ കാണാനില്ല എന്നത് തന്നെയാണ് ഇപ്പോ ശാലിനിയുടെ ഈ ധൈര്യമില്ലായ്മയ്ക്ക് കാരണം. എന്തായാലും നമ്മളോടൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നത് പോലെ വലിയ വലിയ ഗൗരവമൊക്കെ കാണിച്ച് നടക്കുന്നതേ ഉള്ളൂ, മനസ്സിന് അത്രത്തോളം പോലും കട്ടിയില്ല എന്ന് പറഞ്ഞ് ശാലിനിയെ ചേർത്ത് പിടിക്കുമ്പോൾ സത്യാമ്മയുടെ ആശ്വാസവാക്കുകൾ സ്വന്തം മകൻ മരണപ്പെട്ടു എന്നുള്ള സത്യം അമ്മയിൽ നിന്ന് മറച്ചു വെക്കുന്നതിന്റെ കുറ്റബോധത്താൽ ശാലിനി സത്യാമ്മയുടെ നെഞ്ചിലേക്ക് ചേർന്ന് പൊട്ടിക്കരഞ്ഞു. ശാലിനിയെ വീണ്ടും സത്യാമ്മ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ നിന്ന് രാഘവൻ നായർ സത്യാമ്മയെ വിളിക്കുന്നത്. സത്യാമ്മ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ്മയെ ശാലിനിയെ നോക്കിക്കോണേ, അവളെ ആശ്വസിപ്പിക്കണേ എന്ന് പറഞ്ഞ് ചുക്ക് കാപ്പി ശാരദാമ്മയെ ഏൽപ്പിക്കുന്നു. വിഷ്ണു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ജോലി ശാലിനിക്ക് പനി വരുമ്പോ പണി മുഴുവൻ വിഷ്ണുവിനാണെന്നും തൊടിയിലെല്ലാം പോയി ചുക്ക് കാപ്പിക്കുള്ള പനിക്കൂർക്ക ഇലയും മറ്റും സംഘടിപ്പിച്ച് ചുക്കുമെല്ലാം എടുത്ത് ഇതുപോലെ കാപ്പി ഉണ്ടാക്കി വിഷ്ണു ശാലിനിക്ക് കൊണ്ടുപോയി കൊടുക്കാറുള്ള കാര്യങ്ങൾ പോലും സത്യാമ്മ ഓർത്തു പറയുമ്പോൾ ഇപ്പൊ വിഷ്ണു ഇല്ലാത്തത് കൊണ്ട് അത് താൻ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് ആ അമ്മ ശാലിനിയെ ആശ്വസിപ്പിക്കുമ്പോൾ എല്ലാം മറച്ചു വെച്ചതിന്റെ കുറ്റബോധമായിരുന്നു ശാലിനിയുടെ മനസ്സിനെ നേറിപ്പുകച്ചത്. അങ്ങനെ വേദനയോടെ പൊട്ടിക്കരയുന്ന ശാലിനിയെ ശാരദാമ്മയെ ഏൽപ്പിച്ചിട്ട് സത്യാമ്മ താഴേക്ക് പോകുമ്പോൾ ശാലിനി വീണ്ടും സത്യാമ്മയുടെ നെഞ്ചിലേക്ക് ചേർന്ന് കരയുകയാണ്. അമ്മേ, ഞാൻ എങ്ങനെ ഈ പാവങ്ങളോട് ആ സത്യം പറയാതിരിക്കും? എനിക്ക് പറ്റുന്നില്ലമ്മേ. മകൻ മടങ്ങിയെത്തുമെന്നുള്ള പ്രതീക്ഷയും ആ പ്രതീക്ഷയിൽ ജീവിക്കുന്ന 2 ജീവനുകൾ, അവരോട് എങ്ങനെ ഞാൻ ഈ സത്യം പറയും? ഇനി ഒരിക്കലും അവരുടെ മകൻ മടങ്ങി വരില്ല എന്ന് പറഞ്ഞ് ശാലിനി പൊട്ടിക്കരയുമ്പോൾ ശാലിനിയെ ചേർത്ത് പിടിച്ച് ശാരദാമ്മ ആശ്വസിപ്പിച്ചു. മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, എല്ലാത്തിനും ഒരു പരിഹാരം ഈശ്വരൻ തന്നെ കണ്ടെത്തും എന്ന് മകളെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ആശ്വസിപ്പിക്കുമ്പോഴും അതേ അവസ്ഥ തന്നെയായിരുന്നു ശാരദാമ്മയുടെ മനസ്സിനെയും അലട്ടിയത്. കുറെ നേരത്തേക്ക് ശാലിനിയെ ഒരു തനിച്ചിരുത്തിയിട്ട് സത്യാമ്മയെ പറഞ്ഞതുപോലെ ശാരദാമ്മ ചുക്കുകാപ്പി ശാലിനിയെ കുടിപ്പിച്ചിട്ട് പതിയെ ആ ഗ്ലാസുമായിട്ട് താഴേക്ക് പോകുന്നു. അവിടെ ഉമ്മറപ്പടിയിലെത്തിയിട്ട് തനിച്ച് ആ ചാവടിയിലിരുന്ന് വിഷ്ണുവിനെ കുറിച്ച് ഓർത്ത് തേങ്ങിക്കരയുകയാണ് ശാരദാമ്മ. ഒരാളുടെയും മുന്നിൽ ചെന്ന് ആ സത്യം വിളിച്ചു പറയാനാകാതെ മനസ്സിൽ ഒരു നെരിപ്പോടാക്കി അതിനെ കൊണ്ടു നടക്കേണ്ടി വരുന്ന ആ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച്, തന്റെ മകളുടെ ജീവിതത്തെക്കുറിച്ചും എല്ലാം ഓർത്ത് ആ അമ്മയുടെ നെഞ്ചു പിടയുമ്പോഴാണ് ശാലിനിയെ തേടി മറ്റൊരു വാർത്ത എത്തുന്നത്. ശാലിനി അന്ന് വിഷ്ണുവിന്റെ ചിതാഭസ്മം കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടുന്ന് പോരുന്ന നേരം രേഷ്മയോട് ശാലിനി ഒരാഗ്രഹം അറിയിച്ചിരുന്നു. തന്റെ വിഷ്ണുവേട്ടന്റെ അവയവങ്ങൾ ദാനം നൽകി പുതിയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്ന ഒരു 5 ജീവനുകളെ കുറിച്ച്. അതിലാരെങ്കിലും ഒരാളെ തനിക്ക് കാണണമെന്ന്. അതിൽ മറ്റാരെയും കണ്ടില്ലെങ്കിൽ പോലും തന്റെ വിഷ്ണുവേട്ടന്റെ ഹൃദയം മാറ്റിവെച്ച ആ വ്യക്തിയെ തനിക്ക് കാണണമെന്ന്. വിഷ്ണുവേട്ടൻ തന്നെ മാത്രം സ്നേഹിച്ച, തനിക്ക് വേണ്ടി മാത്രം ഇടിച്ചുകൊണ്ടിരുന്ന ആ ഹൃദയത്തിന്റെ ഉടമയെ തനിക്ക് ഇനിയൊന്ന് കാണണമെന്ന് ശാലിനി ആഗ്രഹിച്ചപ്പോ ആ ആഗ്രഹം തീർച്ചയായിട്ടും താൻ സാധിച്ചു തരുമെന്നതായിരുന്നു രേഷ്മ നൽകിയ വാക്ക്. അങ്ങനെ രേഷ്മ മധുരയിലെത്തി അവിടെയുള്ള ഡോക്ടർമാരോട് സംസാരിച്ച് അന്ന് ആ ഹാർട്ട് ആർക്കാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് എന്ന സത്യം കണ്ടെത്തിക്കൊണ്ട് അത് ശാലിനിയെ അറിയിക്കുവാനായി രേഷ്മ എത്തുന്നു. രേഷ്മ ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചതും ശാലിനി രേഷ്മയോട് എന്താണ് രേഷ്മ, ഇനിയും മറ്റെന്തെങ്കിലും വിഷ്ണുവേട്ടൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് വേദനയോടെ ശാലിനി അന്വേഷിക്കുമ്പോൾ രേഷ്മ ശാലിനിയോട് ആ സത്യം വെളിപ്പെടുത്തുകയാണ്. ശാലിനി ആഗ്രഹിച്ചതുപോലെ അന്ന് വിഷ്ണുവിന്റെ ഹാർട്ട് മാറ്റിവെച്ചിരിക്കുന്ന ആ വ്യക്തി ആരെന്നറിഞ്ഞു. ശാലിനിക്ക് ഭാഗ്യമുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെയാണ് ആ വ്യക്തി ഉള്ളത്. ഒരു മലയാളിക്ക് തന്നെയാണ് ആ ഹാർട്ട് മാറ്റിവെച്ചത്. നമ്മുടെ നാട്ടിലുള്ള ഒരു മാണിക്കോത്ത് ശിവൻ എന്ന് പറയുന്ന ഒരു മഹേന്ദ്രന്റെ മകൻ ശിവനാണ് ആ ഹാർട്ട് മാറ്റിവെച്ചതെന്നുള്ള സത്യം ശാലിനിയോട് പറയുകയും അത് കേൾക്കുന്ന ശാലിനി തനിക്കൊട്ടും വിശ്വസിക്കാനാകാത്ത സത്യം കേട്ടതിന്റെ ഞെട്ടലിൽ നിൽക്കുകയായിരുന്നു. താൻ അയാളെ കാണിച്ചു തരാമെന്നും ഉടനെ തന്നെ ശാലിനി ഒന്ന് പുറത്തു വരുവാണെങ്കിൽ ഞാനൊരു കാഴ്ച കാട്ടിത്തരാമെന്ന് പറഞ്ഞ്
അങ്ങനെ രേഷ്മ വിളിക്കുമ്പോഴേക്കും സത്യം രേഷ്മ തൽക്കാലം തുറന്നു പറയണോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ശിവന്റെ പേര് ഒറ്റയടിക്ക് തുറന്നു പറയുന്നതിനേക്കാൾ നല്ലത് ശാലിനിക്ക് ഒരു സർപ്രൈസ് ആക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് തൽക്കാലം ശാലിനിയോട് മാണിക്കോത്ത് മഹേന്ദ്രന്റെ മകൻ ശിവനെ കുറിച്ചുള്ള കാര്യം മറച്ചുവെച്ചു. എന്നിട്ട് രേഷ്മ ശാലിനിയോട് പുറത്തേക്ക് വരാനും നമുക്കൊന്ന് മീറ്റ് ചെയ്യാമെന്ന് അറിയിച്ചു. അങ്ങനെ ശാലിനിയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷമാണ് രേഷ്മ ആ സത്യം അറിയിക്കുന്നത്. വിഷ്ണുവിന്റെ ഹാർട്ട് മാറ്റിവെച്ച വ്യക്തിയെ ശാലിനിക്ക് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നല്ലോ. ഞാൻ അയാളെ ശാലിനിക്ക് കാട്ടിത്തരാമെന്ന് പറഞ്ഞ് അവിടെ പണം പിരിക്കാനായി സത്യാമ്മ പറഞ്ഞയച്ചിട്ട് കടകളിൽ തോറും ആ പണം പിരിക്കാനായി പലിശപ്പണം പിരിക്കാനായി പോകുന്ന ശിവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രേഷ്മ ശാലിനിയോട് പറഞ്ഞു, ശാലിനി ആഗ്രഹിച്ചത് ശാലിനിയുടെ വിഷ്ണുവിന്റെ ആ ഹൃദയം ആരുടെ ശരീരത്തിലാണ് ഇപ്പോഴുള്ളതെന്നല്ലേ? ദാ ആ നോക്കൂ, ആ നിൽക്കുന്ന ആളാണ് അതിന്റെ ഇപ്പോഴത്തെ ഉടമ എന്ന്. അങ്ങനെ രേഷ്മ ചൂണ്ടിക്കാണിച്ച ആ വിരലിന് നേരെ നിൽക്കുന്ന ആളെ വളരെ പ്രതീക്ഷയോടെ ശാലിനി നോക്കുമ്പോൾ തന്റെ മുന്നിൽ പലവട്ടം വന്നപ്പോഴും തന്റെ ജീവൻ രക്ഷിക്കാനായി ശ്രമിച്ചപ്പോഴും താൻ തെറ്റിദ്ധാരണ മൂലം വീട്ടിൽ നിന്ന് പലപ്പോഴും ആട്ടി അകറ്റാൻ ശ്രമിച്ച ഇപ്പോ ആ കുടുംബത്തിന്റെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുന്ന ആ കുടുംബത്തെ ഒരംഗമായി മാറിയിരിക്കുന്ന എന്നാൽ താൻ വെറുപ്പോടെയും വിദ്വേഷത്തോടെയും ദേഷ്യത്തോടെയും മാത്രം നോക്കുന്ന ശിവൻ എന്ന ആ പുതിയ രക്ഷകനെയാണ് ശാലിനി കാണുന്നത്. അങ്ങനെ ശിവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രേഷ്മ അതാണ് വിഷ്ണുവിന്റെ ആ നെഞ്ചിലാണ് വിഷ്ണുവിന്റെ ഹാർട്ട് ഉള്ളത് എന്ന്, വിഷ്ണുവിന്റെ ഹൃദയം ഇപ്പോൾ ഇരിക്കുന്നത് ആ നെഞ്ചിൽ